സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ വാലിഡേഷൻ അഥവാ ഹോൾ നമ്പർ വാലിഡേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. എൻട്രി ചെയ്യപ്പെടുന്ന നമ്പേഴ്സ് ഏതൊക്കെ രീതിയിലാവണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതിന് ഫോർമുല വരെ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ടെക്സ്റ്റ് വാലിഡേഷനെ കുറിച്ചാണ്. ഏത് രീതിയിലായിരിക്കണം ഒരു ടെക്സ്റ്റ് എൻറ്റർ ചെയ്യപ്പെടേണ്ടത് എന്ന് നമുക്ക് അതിൻ്റെ ലെങ്ത് തീരുമാനിക്കാം. അത് എളുപ്പമാണ്. എന്നാൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോർമുലയുടെ ഡിസൈൻ അനുസരിച്ച് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെ പാകപ്പെടുത്തിയെടുക്കാം. ഉദാഹരണത്തിന് ഒരു കോഡ്, നമ്മളുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കോഡ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഡിജിറ്റ് ഉണ്ടാവും, അതേപോലെ ടെക്സ്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ എത്ര എണ്ണം വേണം, ഏതൊക്കെ രീതിയിലാവണം എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക്, ഈ സീരീസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോൾ നമ്പർ വാലിഡേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ടെക്സ്റ്റ് വാലിഡേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ ലെങ്ത് നമുക്ക് ഒരു പാർട്ട് നമ്പറൊക്കെ കൊടുക്കുകയാണ്. ഒരു മാക്സിമം ഒരു 3, അതിൻ്റെ ഒരു 3 മുതൽ 5 വരെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണമെന്നായിരിക്കാം. ഏതായാലും അത്രയും സെല്ല് അഥവാ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി വാല്യൂ എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ലെങ്ത് എടുത്തു. ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ 3 മുതൽ 5 വരെയാണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ കൊടുത്ത് ഓക്കെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാണ് CSD. ഇനിയിപ്പോൾ CS മാത്രം ടൈപ്പ് ചെയ്താൽ എറർ വരും, കാരണം നമ്മൾ 3 മുതൽ 5 വരെയാണ് കൊടുത്തത്. അപ്പോൾ അത് CS3 കൊടുത്താൽ എടുക്കും, CS334 കൊടുത്താൽ എടുക്കും. നമ്മൾ ഇങ്ങനെ DK 5 വരെ എടുക്കും. നമ്മൾ ടെക്സ്റ്റിൻ്റെ ലെങ്ത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. ഒരു ഈസിയാണ്, പ്രത്യേകിച്ച് കഴിഞ്ഞ വീഡിയോ ക്ലാസ് കണ്ടവർക്കും ഇത് എളുപ്പം മനസ്സിലാവും. നമുക്കിവിടെ ടെക്സ്റ്റിൽ കുട്ടികളുടെ പേരൊക്കെ അടിക്കുകയാണെങ്കിൽ അത് മുഴുവൻ ക്യാപിറ്റൽ തന്നെ വേണമെന്ന് വിചാരിക്കാം. ഈ ഭാഗം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമ്മളത് പൂർണ്ണമായിട്ടും സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് ഡാറ്റ വാലിഡേഷൻ. ഇനി വാല്യൂ എന്നുള്ളത് നമ്മൾ കസ്റ്റം എടുക്കുന്നു. കസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഫോർമുലയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഫോർമുല കൊടുക്കുന്നു. ഫോർമുല എക്സാക്റ്റ് എന്നുള്ള ഫോർമുലയാണ് കൊടുക്കുന്നത്. എക്സാക്റ്റ് എന്നുള്ള ഫോർമുല 2 ടെക്സ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ ചെയ്യുക. രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച് B2 ആണ്. ഫസ്റ്റ് സെല്ല് B2 ആണ്. അപ്പോൾ ഫസ്റ്റ് സെല്ലാണ് കൊടുക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ B2, ഈ B2യിലുള്ള വാല്യൂ. ഇനി നമ്മൾ കൊടുക്കുന്ന എന്താണ്, അപ്പർ കേസ്. നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പറും ലോവറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് അത് കണ്ടു നോക്കാം. ഇവിടെ വീണ്ടും നമ്മൾ B2 എന്ന് കൊടുക്കുന്നു. ക്ലോസ് ചെയ്തു. ഇനി എക്സാക്റ്റിന്റെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ B2ൽ നമ്മൾ സ്മോൾ ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ സ്മോൾ ലെറ്ററിനെ ഈ അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ക്യാപിറ്റൽ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ക്യാപിറ്റൽ ആവും, ഇത് സ്മോൾ ആവും. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അത് എക്സാക്റ്റ് ആവില്ല. അപ്പോൾ അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് എറർ മെസ്സേജ് കിട്ടും. ഇനി നമുക്കിത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ക്യാപിറ്റൽ അടിക്കുമ്പോൾ എടുക്കും, സ്മോൾ ലെറ്റർ ആണ് അടിച്ചതെങ്കിൽ എറർ മെസ്സേജ് വരും. ഈ എറർ മെസ്സേജ് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു നോക്കാവുന്നതാണ്. നമ്മൾ ടൈപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. ക്യാപിറ്റൽ ലെറ്റർ മാത്രം എടുക്കുള്ളൂ, സ്മോൾ ലെറ്റർ ഒന്നും എടുക്കില്ല. അപ്പോൾ നമുക്ക് എഡിറ്റ് മോഡിലേക്ക് പോകും. എത്ര ലെറ്റർ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ക്യാപിറ്റൽ അടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു ഫോർമുല ആണല്ലോ കൊടുത്തത്. അപ്പോൾ ഫോർമുലക്ക് ചിലപ്പോൾ നമുക്ക് എറർ വരും. അപ്പോൾ നമ്മൾ ആദ്യം അത് ചെക്ക് ചെയ്തതിന് ശേഷം സെല്ലിലേക്ക് ഇടുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത് റിസ്ട്രിക്റ്റ് ചെയ്യണം. 7 ക്യാരക്ടേഴ്സ് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 ക്യാരക്ടേഴ്സിലധികം, അല്ലെങ്കിൽ 10 ക്യാരക്ടേഴ്സിലധികം പാടില്ല എന്നാണ് വിചാരിക്കാം. അപ്പോൾ നമ്മളത് 7 എന്നുള്ളത് കൺട്രോൾ ചെയ്യണം. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നുള്ളതാണ്. അത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കാം, ABCD. ഓക്കെ, ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി = നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കാൻ LEN എന്ന് പറഞ്ഞാണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതൊരു ട്രൂ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടി ഒരു വാല്യൂ കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. എന്താണ് ഇത്? എക്സാക്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എക്സാക്റ്റ് = നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. എക്സാക്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ എക്സാക്റ്റ് എന്നുള്ളത് ഒന്നാമത്തത് നമുക്ക് ഈ വാല്യൂ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്തു, B2 നമ്മൾ നേരത്തെ കൊടുത്തു, അവിടെ B2 കൊടുത്തു. ഇനി എന്താണ്, അപ്പർ എന്ന് കൊടുക്കുന്നു. അപ്പർ എന്ന് കൊടുത്തിട്ട് അപ്പറിന് നമുക്ക് തന്നെയാണ് വേണ്ടത്. അടിച്ച് ഇത് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി എക്സാക്റ്റിന്റെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ട്രൂ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മുമ്പ് ലെസൺ 12 നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇതും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രൂ എന്നായി മാറും. ഇവിടെ നമ്മൾ ലോജിക്കൽ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ആൻഡ് എന്നുള്ള ഭാഗത്ത് ഇവിടെ ഇതിനൊരു ലോജിക്കൽ ഫംഗ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ആൻഡ് എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ട്രൂ എന്നായി മാറും. ഇങ്ങനെ ഈ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇത് എൻ്റർ ചെയ്യാൻ സമ്മതിക്കുക, ഇത് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഏതായാലും ആൻഡ് എന്ന് കൊടുത്ത് ലെങ്ത് B2, കാരണം 7 എന്നുള്ള ഒരു വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്, അതൊരു ട്രൂ വാല്യൂ ആണ്. അതുകൊണ്ടാണ് അത് ട്രൂ വരുന്നത്.
അപ്പോൾ നമുക്ക് ഇവിടെ ഇനി എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഈ ഇതും കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് രണ്ട് ഫംഗ്ഷനുകൾ ഇവിടെ വരും. നമുക്ക് ഇതിനകത്ത് തന്നെ വേണം എന്ത് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രണ്ടും കൂടി ശരിയാണെങ്കിൽ മാത്രമേ വരുള്ളൂ. നമുക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ എന്താണ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. അടുത്ത ലോജിക്കൽ ഫംഗ്ഷൻ എക്സാക്ട് ആണല്ലോ, എക്സാക്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. നമ്മൾ നേരത്തെ അവിടെ ടൈപ്പ് ചെയ്ത് തന്നെയാണ്, വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്യാണ്. എക്സാക്ട് നമ്മുടെ വാല്യൂ B2 ആണ്. B2 കൊടുത്തു, കോമ ഇട്ടു. ഇനി അപ്പർ വീണ്ടും ബ്രാക്കറ്റ് കൊടുത്തു. B2 ആണ് നമ്മുടെ വാല്യൂ. നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ എക്സാക്റ്റും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ആൻഡിന്റെ ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്യണം. അപ്പോഴാണ് കംപ്ലീറ്റ് ആവുക. അങ്ങനെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എൻ്റർ അടിക്കാം. അപ്പോൾ ഇത് രണ്ടും എന്തായി, ട്രൂ ആയി. ഇപ്പൊ ട്രൂ ആണ്. ഇനി നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അറിയാം, ABCD എന്നുള്ളത് നമ്മൾ മാക്സിമം പിന്നെ ലെങ്ത് ആണ് എടുത്തത്. ഇനി നമുക്ക് ഇവിടെ ഒരു മാറ്റം കൂടി വരുത്താറുണ്ട്. ഈ ലെങ്ത് എന്തായിരിക്കണം, ലെസ് ദാൻ, ഫോർ എക്സാമ്പിൾ ലെസ് ദാൻ 10 ആണെന്ന് വിചാരിക്കാം. ലെസ് ദാൻ 10 കൊടുത്തു, ലെസ് ദാൻ 10 എന്ന് കൊടുക്കണം. അപ്പം അപ്പോഴും എന്താണ്, ട്രൂ ആണ്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കൂടുതൽ 10 വരെ കൊടുത്തു നോക്കാം. ABCDEFGHIJK ഫോൾസ് റിട്ടേൺ ചെയ്ത് കണ്ടോ? കാരണം എന്താ, 2 4 6 8 10 11 ലെറ്റേഴ്സ്, അതുകൊണ്ടാണ് ഇത് ഫോൾസ് റിട്ടേൺ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇനിയിപ്പോ ഇതിൽ പിന്നെ നമ്മൾ 10 തന്നെ ആക്കി വിചാരിക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ 10 ആക്കി നോക്കാം. 10 ആക്കുമ്പോൾ എന്താണ്, 10 എത്ര, 2 4 ലെസ് ദാൻ നമ്മൾ കൊടുത്താൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തില്ല. ഇവിടെ ശരിക്കും ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൂടി കൊടുക്കണം. ഈക്വൽ ടു കൊടുക്കുന്നതോടുകൂടി ട്രൂ ആവും. ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ഒന്ന് സ്മോൾ ലെറ്റർ ആക്കി നോക്ക്. ഇവിടെ ഉണ്ടോ, നമുക്ക് നേരത്തെ അവിടെ നമ്മൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ എറർ മെസ്സേജും കൂടി വന്നത്, രണ്ടും വന്നു. ഇവിടെ ഫോൾസ് വരും. അപ്പോൾ നമുക്ക് ഈ ഫോർമുല, നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഫോർമുല നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ശരിയായ രീതിയിൽ കോപ്പി ചെയ്ത് നമ്മുടെ ഡാറ്റ വാലിഡേഷനിൽ പോകുന്നു. അവിടെ നമ്മളിവിടെ സെലക്ട് ചെയ്യണം, ഫുള്ളായിട്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു. ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫോർമുല ആണിത്. ഈ ഫോർമുലയോട് കൂടി നമ്മൾ ലോജിക്കൽ ഫംഗ്ഷനും കൂടി ഉപയോഗിച്ച് നമ്മുടെ ഫോർമുല ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആൻഡ് നമ്മൾ ലെങ്ത് ചെക്ക് ചെയ്യുന്നു, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി. പിന്നെ അടുത്ത എവിടെയൊക്കെ വേണമെങ്കിൽ സ്പേസ് വിട്ടാൽ കുഴപ്പമൊന്നുമില്ല. എക്സാക്ട് B2 അപ്പർ അങ്ങനെ കൊടുത്തു. ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഫോർമുല. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് എറർ മെസ്സേജ് വരും. ഇത് എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇവിടെ ABC ഉണ്ടോ, സ്മോൾ ലെറ്റർ കൊടുത്താൽ വരും, എൻ്റർ ചെയ്യും. ഇനി നമ്മൾ ഇത് ചെറുതായതുകൊണ്ട്, ചെറുത് ലെസ് ദാൻ 10 ആണല്ലോ, 10ൽ കുറവാണ്, പക്ഷെ ഇവിടെ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ABC ആണ് ഉപയോഗിച്ചെങ്കിൽ വരില്ല, ABC ആണെങ്കിൽ വരില്ല. പക്ഷേ ABCDEFGHIJK അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എറർ മെസ്സേജ് വരും. ഇവിടെ എന്താ കാരണം, ഇവിടെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ലെറ്റേഴ്സ് 2 4 6 8 10 12 എണ്ണം ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ഫോർമുലയും നമുക്ക് കൊടുക്കാം. ആ ഫോർമുല ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്ത മാതിരി നമ്മളെ സെല്ലിൽ വെച്ചുകൊണ്ട് അത് ട്രൂ ആവുന്നു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ അവിടെ ഡാറ്റ വാലിഡേഷനിൽ പോയി കസ്റ്റം എടുത്ത് ഇവിടെ കൊടുക്കുന്ന ഫോർമുലക്ക് അനുസരിച്ച് നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഏത് കോംപ്ലിക്കേറ്റഡ് ഫോർമുല ഉപയോഗിക്കാം. നമുക്കിപ്പം കോഡ് വേണം, 2 ലെറ്റേഴ്സ് ആദ്യത്തേതായിരിക്കണം, ബാക്കി പിന്നെ നമ്പർ ആയിരിക്കണം. പാർട്ടിന്റെ കോഡൊക്കെ ആണെന്ന് വിചാരിക്കും, ഓരോ പ്രോഡക്റ്റിന്റെ കോഡുകൾ, അത് വേണം റിസ്ട്രിക്ട് ചെയ്യാം. അതിന് ടോട്ടൽ 5 പാടുള്ളൂ. പിന്നെ ആദ്യത്തേത് 2 ക്യാരക്ടേഴ്സ് ആയിരിക്കണം, അവസാനത്തെ 3 ഇതൊക്കെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ അത് വളരെ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് പരീക്ഷ നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതേപോലെ ഡേറ്റ് നമുക്ക് റിസ്ട്രിക്ട് ചെയ്യാം. സൺഡേ ഒഴിവാക്കാം, സാറ്റർഡേ ഒഴിവാക്കാം, അല്ലെങ്കിൽ ചില ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ തന്നെ ഞാൻ പിന്നെ നമുക്ക് സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു പാർട്ട് കോഡ് വേണമെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ കോഡാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആദ്യത്തെ 2 ലെറ്റർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, അത് ക്യാരക്ടേഴ്സ് ആണ്, പിന്നെ 3 നമ്പേഴ്സ് ആണ്. ഇത് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുല ആണ്, എങ്കിലും പിന്നെ നമുക്കത് ലെങ്തി ആയി പോകും. അത് പറഞ്ഞ് വീഡിയോയിൽ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ ഫോർമുല എന്താണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ വിചാരിക്കുന്നുണ്ട്. അത് അവിടെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് കോംപ്ലക്സ് ഫോർമുല നിങ്ങൾക്ക് വാങ്ങും. അത് ഓരോന്നും ഞാൻ പറയാം. എങ്ങനെയാണ് ഇത് CS ആണ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും, അതേപോലെ ഇത് 205 ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യും, ഇത് അവസാനത്തെ 3 ക്യാരക്ടേഴ്സ് ആണെന്ന് ചെക്ക് ചെയ്യണം, ഇത് ആദ്യത്തെ 2 ക്യാരക്ടേഴ്സ് ആണെന്ന് ചെക്ക് ചെയ്യണം, ടോട്ടൽ ക്യാരക്ടേഴ്സ് 5ൽ കൂട്ടിയിട്ടില്ല എന്ന് ചെക്ക് ചെയ്യണം, ഇത് 2 കൂടിയിട്ടില്ല എന്ന് ചെക്ക് ചെയ്യണം, ഇത് 3 കൂടിയിട്ടില്ല, 3 കുറഞ്ഞിട്ടില്ല, എക്സാക്ട്ലി 3 ആണ്, ഇത് എക്സാക്ട്ലി 2 ആണ്. ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ചെക്കിംഗ് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു നോക്കണം. നമ്മളിവിടെ വിശദീകരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ വളരെയധികം സമയം ചിലപ്പോൾ ആളുകൾക്ക് മടുപ്പുണ്ടാക്കും, പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എക്സാക്റ്റും അപ്പുറം കമ്പൈൻ ചെയ്ത് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ഫോർമുലയും നിങ്ങൾക്ക് വേഗം. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.